തരുന്നത് ഏറ്റവും മനോഹരമായി ചെയ്യും എന്നുള്ള ആ ഒരു നിലപാട്, അത് ഏകദേശം എന്നെപ്പോലെ എൻ്റെ ഒരു നിലപാട് തന്നെയാണ്. പക്ഷേ അഭിനയിക്കാൻ വന്നു തുടങ്ങി ഇതുവരെയുള്ള ഫഹദിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ സെലക്ഷൻ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരിക്കലും ഫഹദ് ഹീറോയിസം കാണിക്കാൻ വേണ്ടിയുള്ള റോളല്ല ചൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിങ്ങനെയാണ്, എനിക്കിങ്ങനത്തെ വേഷം മതി, എനിക്ക് വ്യത്യസ്തതയുള്ള വേഷമാണെങ്കിൽ ഇത് ഓക്കെയാണ്. ഫഹദ് വളരെ ശ്രദ്ധിച്ച് ശ്രമിച്ചാൽ ലോങ് സ്റ്റാൻഡിങ് ആക്ടർ ആവാൻ പറ്റും. മീര, നവ്യ അവരൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു, നന്നായിരുന്നു. പക്ഷെ നസ്രി അവിടെ നിന്നിരുന്നെങ്കിൽ ഉഗ്രൻ ആക്ടറായിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. ഒരുപോലെ മോഡേണും നാടനും സ്മാർട്ട് ക്യാരക്ടേഴ്സും അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക, സ്മാർട്ട് ഹീറോയിനായിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. സെക്കൻഡ് ഫിലിമാണ് ഈ ഫിലിം. അപ്പോൾ ഇത് നേപ്പാളി വെച്ചാൽ എടുക്കുന്നതോടൊപ്പം എൻ്റെ അമ്മ പറഞ്ഞില്ല നേപ്പാളിലൊന്നും വായിക്കാൻ പറ്റും, അത് ബുദ്ധിമുട്ടാണ്. ഇവിടെ 3-4 ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നേപ്പാളിലൊക്കെ പോയിട്ട് വരുമ്പോൾ സമയം ഇടയ്ക്ക് വേറെ വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അറിയാത്ത നാട്ടിലൊന്നും അവളെ വിടാൻ പറ്റില്ല. ലൊക്കേഷനിലോട്ട് പോകുന്ന വഴിക്കാണ് ലൊക്കേഷൻ. അങ്ങനെ പറയാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്തൊരു ഗസ്റ്റ് റോളാണ്, പക്ഷേ ഈ ഒരു ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് വൈകുന്നേരം പോയി റെഡിയായി പടകാളി പാട്ടിൻ്റെ ഇടയ്ക്കുള്ള ഷോർട്സ് എടുത്തു. പിറ്റേന്ന് രാവിലെ അമ്പലങ്ങളുമായിട്ടുള്ള സീൻ എടുത്തു. ഞാൻ പോയി. സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് അതിൽ ക്യാരക്ടർ അത്രയും അതൊന്നും നമ്മൾ ഉദ്ദേശിച്ചില്ല, അവരോടുള്ള സ്നേഹം അതുകൊണ്ട് ചെയ്തു. അധ്യാപനം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ടീച്ചേഴ്സ് ഉള്ളത് സർക്കാർ സ്കൂളുകളിലാണ്, അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽസിൽ. അപ്പം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുത്ത് അവർ അർഹിക്കുന്ന തരത്തിലുള്ള ശമ്പളം കൊടുത്ത് ആ സൗകര്യങ്ങൾ ആ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ മാത്രമേ കുട്ടികൾ പഠിക്കുകയുള്ളൂ. ഇപ്പം മകളിപ്പോൾ സിനിമയിലേക്ക് വരികയാണ്, അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടല്ലോ. അപ്പം ഈ മകൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അമ്മ എന്ന നിലയിൽ കൊടുത്തൊരു, അല്ലെങ്കിൽ ഒരു നടി എന്ന രീതിയിൽ കൊടുത്തൊരു ഉപദേശം എന്താ? ഇന്നത് വേണം ഇന്നത് വേണ്ട എന്ന് പറയാൻ വളരെ വ്യക്തമായ നിലപാടുണ്ടാവും. ശരിയാണ്. ഞങ്ങൾക്കൊന്നും ഇതില്ലായിരുന്നു. എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതേ എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് എത്ര ചോറ് വേണം പാത്രത്തിലിടാൻ എന്നെനിക്കറിയില്ലായിരുന്നു. അമ്മ ചോറിട്ട് വാരിത്തരും, നല്ല രുചിയാണെങ്കിൽ അതുവരെ കഴിക്കും. ഈ കഴിക്കുന്ന കറി എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കത്തില്ല, നമ്മൾ അവിടെ എവിടെയും ശ്രദ്ധിക്കും, വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ചോറ് തീരും. ലൊക്കേഷനിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഇത് എടുക്കണോ, ഇതുമാണോ കുഴയ്ക്കേണ്ടത്, ഇതും അങ്ങനെയാണോ കുഴയ്ക്കേണ്ടത്, തനിച്ചെടുത്ത് തിന്നുമ്പോൾ ഒന്നും കൊള്ളത്തില്ല. പിന്നെ ഒരു ഉപായത്തിനങ്ങ് കഴിക്കും. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ പലയിടത്തും ഇങ്ങനെ ഷൂട്ടിങ്ങിന് വരുമ്പം ഹായ് മാഡം, ഹായ്, എല്ലാ സ്ഥലങ്ങളിലും വരുമ്പം എനിക്ക് മിസ് ചെയ്ത് പോകുന്ന എൻ്റെ ഒരു നമസ്കാരമുണ്ട്. ഞാൻ ലൊക്കേഷനിൽ വന്ന എല്ലാവരും നമസ്കാരം പറഞ്ഞാണ് എനിക്ക് ശീലം. കാരണം ഒരു അഭിവാദ്യം ചെയ്യുന്നതിൽ നിന്നാണ് തുടക്കം ഒരാളിനെ. അത് തന്നെ ഇല്ലാതാവുക എന്ന് പറഞ്ഞൊരവസ്ഥ എങ്ങനെയാണ്. പല ഹീറോ ഓറിയൻറ്റഡ് പടങ്ങൾക്ക് നമ്മൾ പോയി കഴിയുമ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും രാവിലെ വെളുപ്പിനെ നമ്മളെ കുത്തിപ്പൊക്കി അവിടെ കൊണ്ടുവരുത്തിയിട്ട് വൈകുന്നേരം 4 മണിക്ക് കഴിഞ്ഞായിരിക്കും ഷോട്ട് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ സേഫ്റ്റിക്ക് കൊണ്ടുവന്നിരുത്തുക എന്നുള്ള രീതിയിൽ അപ്പം നമ്മൾ ഇറിറ്റേറ്റ് ആവും. ഇതൊരു 2-3 ദിവസം ഒരു പ്രൊഡക്ഷന് തുടരുകയാണെങ്കിൽ പിറ്റേന്ന് ഞാൻ താമസിച്ചേ വരുള്ളൂ. ഹായ്, ഹലോ, നമസ്കാരം. സൈനാസ് വിത്ത് പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജന ജോസ് പ്രകാശ്. റിലീസിന് ഒരുങ്ങുന്ന എൽ ജഗദമ്മ 7ാം ക്ലാസ് വീട് വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് മലയാളി പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം ഋഷിമേമാണ്. സ്വാഗതം. അത് തന്നെ ചോദിക്കട്ടെ, ജഗദമ്മയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ജഗദമ്മയ്ക്ക് സുഖമാണ്. ഇത് റിലീസ് അല്ല ശരിക്കും. നമ്മളിത് റിലീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ, അതിപ്പം നമ്മുടെ യൂണിയനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടറുടെ ഒരു കാര്യമാണ്. ഇപ്പം പറഞ്ഞാൽ അവർക്ക് വിഷമമാവും. അപ്പോൾ അയാൾ ഈ പറഞ്ഞ തിയേറ്റേഴ്സ് അവൈലബിളൊക്കെ പറഞ്ഞതിലൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്, കുറേ ക്യാഷ് ഇഷ്യൂസ് യൂണിയനുമായിട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇപ്പം ചെയ്യുന്നതിൽ അർത്ഥമില്ല, കാരണം അത് ക്ലിയർ ചെയ്തതിന് ശേഷമേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളത് ഡേറ്റ് അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് ഓരോ സെൻറ്ററിലും നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ കാണട്ടെ, ഒരു പ്രിവ്യൂ ആയിട്ട് കാണട്ടെ എന്ന് ചോദിച്ചാൽ അത് കണ്ടു. അങ്ങനെ നമ്മൾ പിൻവലിക്കുകയായിരുന്നു. പിന്നെ ഒരു നല്ല സീസൺ, കാരണം ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ്, ഒരു സിനിമ ആയതുകൊണ്ട് അതും പ്രത്യേകിച്ച് ഒരു ഇലക്ഷനിലൊരു നാട്ടിൻപുറത്ത് സ്ത്രീ നിന്നാൽ, ആ പ്രദേശങ്ങളിലൊക്കെ അറിയാവുന്ന ഒരു സ്ത്രീ അതിൽ നിന്നാൽ എന്തൊക്കെ കൗതുകങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും
എന്നൊക്കെ ഉള്ളതാണ്. ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇന്ന് ഉണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ. ശരിയാ. പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൽ കൂടുതൽ പരസ്പരം ഒരു മത്സരവും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിട്ടല്ലേ മാറുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഡയറക്ടർ ഹസ്ബൻഡ് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കുറച്ച് നേരത്തെ, കാരണം അവരുടെ പഞ്ചായത്തൊക്കെ വളരെ സ്ട്രോങ് ആണ്. അപ്പം അങ്ങനെയുള്ള ചില ക്യാരക്ടേഴ്സിനെയൊക്കെ അവിടെ ലൈവായിട്ടുള്ള ചിലതിനെയൊക്കെ വെച്ച് ചെയ്തൊരു പടമാണ്. അപ്പോൾ ഈ ഒരു സീസൺ ഇതിന് കറക്റ്റ് പറ്റിയതായിരിക്കും എന്ന് വിചാരിച്ചാണ് നമ്മൾ അങ്ങനെ ഇറക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കഥ, തിരക്കഥ, ഡയറക്ഷനൊക്കെ ഹസ്ബൻഡാണ്. ഈ കഥാപാത്രത്തെക്കുറിച്ച് ആദ്യമായിട്ട് മാമിൻ്റെ അടുത്ത് നെറേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ശരിക്കും? ഇല്ല, ഇതിനെക്കുറിച്ച് ഈ ഒരു സ്ത്രീയെക്കുറിച്ച് എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇങ്ങനൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരിങ്ങനെയാണ്, ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര ഇതാണ്, കമന്ന് വീണ കാപ്പണവും കൊണ്ടേ പൊങ്ങും, വീട്ടിൽ വേറെ ആരുമില്ല, അച്ഛനില്ല, മകനില്ല, കല്യാണം കഴിച്ചിട്ടില്ല, അത്യാവശ്യം പലിശയ്ക്ക് കൊടുപ്പും ചിട്ടി പിടുത്തം അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടൊക്കെയാണ്. ഇച്ചിരി പശുവുണ്ട്, അതിൻ്റെ പാല് സപ്ലൈ ചെയ്യുക, കോഴിയെ വളർത്തുന്നുണ്ട്, അതിൻ്റെ മുട്ടയൊക്കെ ഇത് ചെയ്യുക, അങ്ങനെ അവരുടെ വരുമാനത്തിലുള്ളത് മതി. പക്ഷെ അങ്ങനെ ജീവിതത്തിൽ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നൊരു സ്ത്രീയാണ്. ഇതൊക്കെ വെച്ച് ജീവിച്ചുകൊണ്ടിങ്ങനെ നമ്മളൊരു കുടിലിൽ കഴിഞ്ഞാൽ മതി എന്നുള്ളതല്ല. ഇവരങ്ങനെ വന്ന സ്ത്രീയാണ്. പക്ഷെ തിരി ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു, പിന്നെ അമ്മ ഭിന്നശേഷിക്കാരിയായ ഒരു അമ്മയാണ്. ആ അമ്മ ഈ മോളെ ഒറ്റയ്ക്ക് വളരണം, നീ തോറ്റു പോരുത്, നമ്മളിങ്ങനെയൊക്കെ ഇങ്ങനെ നിന്നാൽ മതി എന്നൊരു ചിന്തയല്ല നിനക്ക് വേണ്ട, നീ ഇവിടെ നിൽക്കണം. അപ്പോൾ അതിനു വേണ്ടി ജീവിക്കുന്നൊരു സ്ത്രീയാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ജഗദമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ശരിക്കും? വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, വളരെ. കാരണം അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. കാരണം ഒരു ഇലക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും രണ്ട് ഭാഗത്തും ആൾക്കാരുണ്ടാവും. അപ്പം അതിനിടയ്ക്ക് ഈ എക്സ്ട്രാ വരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെ ഇങ്ങോട്ട് വലിക്കണോ അങ്ങോട്ട് വലിക്കണോ എന്നുള്ള ഒരു സംഗതി എല്ലായിടത്തും നടപ്പുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ത്രീയാണ് ഇവര്. സമയോചിതമായിട്ട് എവിടെ നിന്നാൽ കൂടുതൽ ഗുണം ഉണ്ടാവും. ചെറിയ ഒരിട്ട് ബുദ്ധികളൊക്കെ ഉണ്ട് കയ്യിൽ. അങ്ങനെയൊക്കെ ഉള്ളൊരു കഥാപാത്രമാണ്. ഇപ്പൊ ജഗദമ്മക്ക് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. റിയൽ ലൈഫില് ഉർവശിക്ക് എത്രത്തോളം രാഷ്ട്രീയം എങ്ങനെയാണ്? ശരി, വോട്ടിടും, അത് തികച്ചും വ്യക്തിപരമാണ്. എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊക്കെ നല്ല രാഷ്ട്രീയം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, വീട്ടിലോ ഇല്ല എന്ന് പറയാൻ പറ്റാം. പിന്നെ അവരാരും ഞങ്ങളെ ഒന്നും നമ്മുടെ ഫെയിം വെച്ച് മിസ്യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയും. ഇതൊക്കെ രാഷ്ട്രീയമൊക്കെ ഉണ്ട്. വോട്ടിടുമ്പോൾ നമ്മളിടും, അത് വേറെ കാര്യം. പക്ഷെ അല്ലാതെ അതിലേക്ക് സജീവമായിട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് അത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇപ്പം എല്ലാ മേഖലയിലും സ്ത്രീകൾ മുന്നോട്ട് വരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇപ്പൊ മുഖ്യമന്ത്രി ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, നടക്കുന്ന കാര്യങ്ങളെല്ലാം സമൂഹത്തിന് അനുകൂലമാണെങ്കിൽ പിന്നെ സ്ത്രീ ആയാലെന്താ പുരുഷനായാലെന്താ, അവിടെ ജെൻഡറിനൊരു പ്രത്യേകതയില്ല. അത് ഇപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ട് കൂടുതൽ സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഒരു സ്ത്രീ ആയിരുന്നെങ്കിലോ എന്ന് ആഗ്രഹിച്ചു പോകുന്നത്. അതിപ്പം പലതരത്തിൽ സ്ത്രീയെ ഉപദ്രവിച്ചതുകൊണ്ട് മാത്രമെന്നുള്ളതല്ല, ഒരു സ്ത്രീയും ആ കുടുംബത്തിലെ സ്ത്രീകളെയും മറ്റാരെങ്കിലും ഉപദ്രവിക്കുന്നത് കണ്ടിട്ടും അവരെ കൊണ്ട് ആ സ്ത്രീകൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എൻ്റെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാകുന്നു എന്നറിഞ്ഞിട്ടും അതിനെ പ്രതികരിക്കാൻ അനുവദിക്കാത്ത ഒരു ഗവൺമെൻറ്റാണുള്ളതെങ്കിൽ, അവരുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ടില്ലെങ്കിൽ, ഈശ്വര എൻ്റെ സ്ഥാനത്തൊരു സ്ത്രീ ഇതുപോലെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ അവർക്ക് ഈ വേദന മനസ്സിലാകുമായിരുന്നല്ലോ. അവിടെ നമ്മളെ നേരിട്ട് ഉപദ്രവിക്കണമെന്നില്ല, നമ്മുടെ കുടുംബത്തിലെ പുരുഷന്മാരെ ഒരു തെറ്റും ചെയ്യാതെ ആരെങ്കിലും ഉപദ്രവിച്ചാലും ഇത് തോന്നാം. അതുകൊണ്ട് ഏത് കാര്യമായാലും ഒരു നാട്ടിൽ ഈ സമൂഹത്തിൽ എന്താ പറയുന്നത്, രാഷ്ട്രീയക്കാർ അവർ നിൽക്കുന്നത് അവരുടെ ദുരുദ്ദേശത്തിന് വേണ്ടി മാത്രമാണെന്നൊരു തോന്നലുണ്ടാകുമ്പോഴാണ് സ്ത്രീയായാലും ശരി പുരുഷനായാലും ശരി ആൾക്കാർക്ക് പണ്ടത്തെ പോലെ ആൾക്കാർ വളരെ തന്നെ പ്രതികരിക്കുന്നുണ്ട്. ശരിയാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ പല സിനിമയിലെ കഥാപാത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ റിയൽ ലൈഫിലെ രാഷ്ട്രീയക്കാർ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. ചില സമയത്ത് നമുക്ക് അങ്ങനെ ഒരു പവർ കിട്ടുകയാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തേനെ എന്നും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ ഒരു പവർ കിട്ടുകയാണെങ്കിൽ ഏതൊക്കെ മേഖലയിൽ മാറ്റങ്ങൾ വരുത്തണം എന്നാ ഉർവശി മാം ആഗ്രഹിക്കണേ ശരിക്കും?
ഒന്നാമത്തെ കാര്യം, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഇതൊക്കെ വളരെ വലിയ തലത്തിൽ അത് ഒരു സർക്കാരിൻ്റെ 100% മേൽനോട്ടവും കൂടെ വേണ്ടതാണ് എന്ന് തോന്നിയിട്ടുണ്ട്. കുറേ പേരെ പ്രൈവറ്റ് അവരുടെ ഇഷ്ടത്തിന് വിടുക, സ്കൂളുകൾ കുറേയൊക്കെ പ്രൈവറ്റ് അവരുടെ ഇഷ്ടത്തിന് വിടുക, ഹോസ്പിറ്റൽസ് അങ്ങനെ വിടുക എന്നുള്ളതല്ലാതെ സർക്കാരിൻ്റെ അധീനതയിൽ തന്നെ അതുണ്ടാകണം, അവിടെ അങ്ങനെ ഒരു നോട്ടം ഉണ്ടാകും എന്ന് വരുത്തണം എന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാരണം. അവിടുന്ന് അതാണല്ലോ അടിസ്ഥാനം, അവിടുന്നാണല്ലോ തുടങ്ങുന്നതല്ല. അധ്യാപനം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ടീച്ചേഴ്സ് ഉള്ളത് സർക്കാർ സ്കൂളുകളിലാണ്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽസിലും. അപ്പം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുത്ത്, അവർ അർഹിക്കുന്ന തരത്തിലുള്ള ശമ്പളം കൊടുത്ത് ആ സൗകര്യങ്ങൾ ആ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ മാത്രമേ കുട്ടികൾ പഠിക്കുകയുള്ളൂ. അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ എല്ലാവരും പോവുള്ളൂ. അല്ലാതെ വരുമ്പോഴുള്ള പ്രശ്നമാണ്. പിന്നെ കുറേ ഉണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ മുഖ്യമന്ത്രിയായ ഉടനെ ഒറ്റ ദിവസം കൊണ്ട് നടപ്പിലാക്കാവുന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് പറയുമ്പോൾ തോന്നും. ഒത്തിരി പേരുണ്ട്. നമ്മുടെ ഒരാൾ നിന്ന് മാത്രം ഭരിക്കില്ലല്ലോ, ഒരുപാട് പേരില്ലേ. ഈ സിനിമ കണ്ട സമയത്ത് എല്ലാവരും കൽപ്പന ചേച്ചിന്റെ ഒരു എക്സ്പ്രഷൻ ആയാലും നമുക്ക് ഓർമ്മ വന്നു എന്ന് പലരും കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചിരുന്നോ? ഇത് തിരുവനന്തപുരം സ്ലാങ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ലാങ് എന്ന് പറയുന്നത് ഇത്തരം കഥാപാത്രങ്ങളെ വീട്ടിൽ ഇവരൊക്കെ വരുന്നതെന്ന് പറയുന്നത് എൻ്റെ അമ്മയെ കാണാനാണ്. അമ്മ അന്ന് നല്ലോണം പഠിച്ചിട്ടുണ്ട് അമ്മ. അപ്പോൾ ലിറ്ററേച്ചർ എടുത്തിരുന്നത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം എന്തെങ്കിലുമൊക്കെ സർക്കാരിന് അയച്ച് പൂരിപ്പിക്കുന്നതോ ലീവ് ലെറ്റർ എഴുതുന്ന കാര്യം പോലെ എല്ലാം അമ്മ ഇരുന്ന് എഴുതിയാണ് ഓരോരുത്തർ കൊടുക്കുന്നത്. അപ്പോൾ കുറേ പേരുടെ ഈ മുഖഭാവങ്ങളും അവരുടെ പ്രശ്നങ്ങളും മാനസംസും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളറിയാതെ തന്നെ. അപ്പം അമ്മ പിന്നെ 100 കൽപ്പന ചേച്ചിയാണ് അമ്മ. എല്ലാത്തിനും സെൻസ് ഓഫ് ഹ്യൂമർ കണ്ടെത്തുന്ന ആളാണ് എൻ്റെ അമ്മ. അപ്പോൾ അതുകൊണ്ട് അമ്മ അങ്ങനെയുള്ള സ്ത്രീകളോട് സംസാരിച്ച് വളരെ ഈ അത്യാവശ്യം കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ഇത് കേൾക്കും. ചിലരെ കളിയാക്കുകയാണെന്ന് അവർക്ക് അറിയത്തേ ഇല്ല, മനസ്സിലാവില്ല. അവിടെ നിന്നൊക്കെയാണ് ഇപ്പം മിനിച്ചേച്ചിക്ക് സൗന്ദര്യം ഉണ്ടായിപ്പോയാൽ അങ്ങനെ ഇരിക്കും മക്കളെ എന്നൊക്കെ കേൾക്കുന്ന അങ്ങനെയാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് പിന്നെന്ന് വെച്ചാൽ നമ്മളൊരുപാട് വളരെ ഗൗരവത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു പരിധി വരെ കുട്ടികളും മറ്റുള്ളവരും കേട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ശരിയാ, അതെ. അവരിങ്ങനെ അടുത്തത് മാറ്റി അങ്ങനെയാണ്. അതിൻ്റെ അധികമായിട്ട് അവർക്ക് കുറച്ചിത്തിരി തമാശയോ ഇത് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരത് ശ്രദ്ധിക്കുന്നുള്ളൂ എന്നൊക്കെ തോന്നിയത് എൻ്റെ മോനും മോളും ഒക്കെ വളർന്നപ്പോഴാണ്. അതെ, പാരന്റിങ്ങില് പാരന്റ്സ് അങ്ങനെ കുറച്ചുകൂടെ തമാശ പറഞ്ഞ ഫ്രണ്ട്ലി ആണെങ്കിൽ ഞങ്ങൾക്കും എന്തും പറയാനുള്ള സ്പേസ് കിട്ടും. തീർച്ചയായിട്ടും. ഇപ്പം മകളിപ്പോ സിനിമയിലേക്ക് വരികയാണ്, അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ടല്ലോ. അപ്പം ഈ മകൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അമ്മ എന്ന നിലയിൽ കൊടുത്തൊരു, അല്ലെങ്കിൽ ഒരു നടി എന്ന രീതിയിൽ കൊടുത്തൊരു ഉപദേശം എന്താ? ഇന്ന് ഉള്ളവർക്ക് എന്നെക്കാൾ കൂടുതൽ അറിയാം. ഇന്നത്തെ തലമുറയ്ക്ക് തന്നെ നന്നായിട്ട് അറിയാം ഒരുപാട് കാര്യങ്ങൾ. ഇന്നത് വേണം ഇന്നത് വേണ്ട എന്ന് പറയാൻ വളരെ വ്യക്തമായ നിലപാടുണ്ട് അവർക്ക്. ശരിയാ. ഞങ്ങൾക്കൊന്നും ഇതില്ലായിരുന്നു. എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതേ എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് എത്ര ചോറ് വേണം പാത്രത്തിലിടാൻ എന്നെനിക്കറിയില്ലായിരുന്നു. അമ്മ ചോറിട്ട് വാരിത്തരും. നല്ല രുചിയാണെങ്കിൽ അതുവരെ കഴിക്കും. ഈ കഴിക്കുന്ന കറി എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കത്തില്ല. നമ്മൾ അവിടെ എവിടെയും ശ്രദ്ധിക്കും, ഭർത്താവിനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ചോറ് തീരും. ഇത് വെറുതെ പറയുകയല്ല. അത് കഴിയുമ്പോൾ ചിലപ്പോൾ കലച്ചേച്ചി ആയിരിക്കും. കലച്ചേച്ചി കൊണ്ടുവന്ന് കുഴച്ചിട്ട് എന്ന് പറഞ്ഞ് തരും. വീട്ടിലേറ്റവും ഇളയതായതും കൂടെയാണ്, തരുമായിരുന്നു. പിന്നെ ഞാൻ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ വല്ലപ്പോഴും അല്ലേ വീട്ടിൽ വരുന്നത്. അപ്പം കലച്ചേച്ചിയും മെൻചേച്ചിയും പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മ, എൻ്റെ അമ്മൂമ്മ എന്നെ വളർത്തിയത്, അമ്മൂമ്മയും ഒക്കെ അങ്ങനെ തന്നെയാണ്. ലൊക്കേഷനിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഇത് എടുക്കണോ, ഇതുമാണോ കുഴക്കേണ്ടത്, ഇതും അങ്ങനെയാണോ കുഴക്കേണ്ടത്, തനിച്ചെടുത്ത് തിന്നുമ്പോൾ ഒന്നും കൊള്ളത്തില്ല. പിന്നെ ഒരു ഉപായത്തിനങ്ങ് കഴിക്കും. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും, എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പഴങ്കഞ്ഞി പരുവത്തിൽ എല്ലാത്തിനും വാരി കൊടുക്കും.
എല്ലാം കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് കൊണ്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം വീട്ടിലായാലും നമുക്ക് ഏറ്റവും കൂടുതൽ വാത്സല്യം കിട്ടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളോടൊന്നും പറയേണ്ടി വന്നിട്ടില്ല. ഇപ്പം മകളോട് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന മകൾക്കും ഞാൻ വാരിയാണ് കൊടുക്കുന്നത്, മകനും വാരി കൊടുത്തുകൊണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ അവര് വാരി കൊടുക്കാൻ പറയുന്ന അടവെന്താണെന്നറിയാമോ? TV കണ്ടുകൊണ്ട് റൂമിൽ ഇരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. ഡൈനിങ് ടേബിളിൽ നിന്നൊരു സാധനം അവിടെ കാശ് കൊടുത്ത് വച്ചിട്ടേക്കുന്നതിനാൽ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കഴിക്കണം. ആ സമയത്താണ് നല്ലൊരു പ്രോഗ്രാം വന്നുകൊണ്ടിരിക്കുന്നത്. ആ കഴിക്കാം അമ്മ പാത്രത്തിൽ ഇട്ടോണ്ട് വാ, എനിക്ക് വാരിത്താ, തീർന്നല്ല പണി. അപ്പം നമുക്ക് കണ്ടത് അപ്പോൾ നമ്മൾ വാരി കൊടുക്കും, ഇടയ്ക്ക് നമ്മൾ TV കാണും, പിന്നെ വീണ്ടും നമ്മൾ വാരി കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുങ്ങൾ കഴിക്കുന്നതിൻ്റെ കണക്ക് പറഞ്ഞുകൂടെ എന്തൊക്കെ ഇട്ട് കുഴച്ചതാണെന്നും അറിയത്തില്ല. ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് ഒറ്റയ്ക്കൊറ്റ കഴിക്കാൻ പറയുമ്പോൾ ഇത് കൊള്ളൂല്ല അമ്മ, അത് കൊള്ളൂല്ല അമ്മ എന്ന് പറയും. അപ്പം നമ്മൾ കാണിക്കുന്നതല്ലേ അതുങ്ങളും കാണിക്കും. ശരിയാ. ഇപ്പൊ മലയാള സിനിമ പുതിയതായിട്ട് ഒരുപാട് നായികമാരും വരുന്നുണ്ട്. ഇപ്പൊ മാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പൊ പുതുതലമുറയിലുള്ള ഒരു ആർട്ടിസ്റ്റ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരായിരിക്കും? ഒത്തിരി പേര് കേട്ടോ, ഒരാളെ എന്ന് പറയാനില്ല. എന്നാലും എനിക്ക് ഫഹദിനോട് വലിയ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ അഭിനയിക്കാൻ വന്നു തുടങ്ങി ഇതുവരെയുള്ള ഫഹദിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ സെലക്ഷൻ, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരിക്കലും ഫഹദ് ഹീറോയിസം കാണിക്കാൻ വേണ്ടിയുള്ള റോളല്ല ചൂസ് ചെയ്തിട്ടുള്ളൂ. ഞാനൊരു ഭയങ്കര ഹീറോ ആണ്, അങ്ങനെ ആണ് ഞാൻ ഒന്നുമില്ല. എൻ്റെ അപ്പിയറൻസ് കുറച്ച് വേറെ വിഗൊക്കെ വെച്ച് ഇങ്ങനെ കവർ ചെയ്തിട്ടിങ്ങനെ ഇല്ല, അതൊന്നുമല്ല. ഞാനിങ്ങനെയാണ്, എനിക്കിങ്ങനത്തെ വേഷം മതി, എനിക്ക് വ്യത്യസ്തതയുള്ള വേഷമാണെങ്കിൽ ഇതൊക്കെയാണ്. തരുന്നത് ഏറ്റവും മനോഹരമായി ചെയ്യും എന്നുള്ള ആ ഒരു നിലപാട്, അത് ഏകദേശം എന്നെപ്പോലെ എൻ്റെ ഒരു നിലപാട് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം ആവേശം വന്നപ്പോൾ അതിനകത്ത് വേറൊരു തരത്തിലുള്ള ഹ്യൂമറും പിന്നെ അത് എവിടേക്കോ ഭയപ്പെടുത്തുന്ന ഒരു വില്ലനും അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഭയങ്കര ചെറിയൊരു സൈക്കോ കിടപ്പുണ്ട്. അത് കോമഡിയിലും മറ്റെല്ലാ കാര്യങ്ങളിലും അയാളത് പ്രയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ നല്ലോണം വർക്കൗട്ടായിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളാണ്. ഒരമ്മ വിളിച്ചെന്തെങ്കിലും സ്നേഹമായിട്ട് സംസാരിച്ചാൽ വീണു പോവും. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഫഹദ് വളരെ ശ്രദ്ധിച്ച് ശ്രമിച്ചാൽ ലോങ് സ്റ്റാൻഡിങ് ആക്ടർ ആവാൻ പറ്റും. അതുപോലെ ഒരുപാട് നടന്മാരുണ്ട്. ബേസിൽ ബ്രില്യൻ്റ് ആക്ടറാണ്. കാരണം ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാനും സേഫായിട്ട് നിൽക്കാനും ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യാനും ഒക്കെ ഒരു പ്രത്യേക കഴിവാണ് ബേസിൽ. അപ്പം അതെല്ലാവർക്കും അതങ്ങനെ വീണ് ഭവിക്കത്തില്ല. ശരിയാണ്. അങ്ങനെ ഓരോ ആക്ടേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. നായികമാരിലാണെങ്കിൽ ആരായിരിക്കും ഇതുപോലെ ശ്രദ്ധിച്ചിട്ടുള്ള പുതുമക നായികമാർ? ഒരുപാട് പേരുണ്ട്. ഇപ്പം പിന്നെ മീര കഴിഞ്ഞു, മീര, നവ്യ, അവരൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു, നന്നായിരുന്നു. പക്ഷെ നസ്രി അവിടെ നിന്നിരുന്നെങ്കിൽ ഉഗ്രൻ ആക്ടറായിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. ഒരുപോലെ മോഡേണും നാടനും സ്മാർട്ട് ക്യാരക്ടേഴ്സും അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക സ്മാർട്ട് ഹീറോയിനായിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് ഒരു സ്ഥലത്ത് ഉർവശി മാമിക്ക് കിട്ടിയ ഒരു സ്നേഹം എനിക്ക് ഒന്ന് നസ്രിയയ്ക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴൊക്കെ വീട്ടിലെ കൊച്ച് എന്നൊരു ഫീല് ശരിക്കും ഉണ്ടായിട്ടുണ്ട്. നസ്രി ഇപ്പോൾ ഓം ശാന്തി ഓശാനെ ആയാലും ഏത് സിനിമയായാലും, ഇപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് ആയാലും ആ കുട്ടിയെ കണ്ടിരിക്കാൻ നമുക്ക് നല്ല ഇഷ്ടമാണ്. അതാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടി ആ കുട്ടിക്ക്. അത് പെട്ടെന്ന് അങ്ങനെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ വിഷമം. ഇപ്പം മീര ജാസ്മിൻ വീണ്ടും തിരിച്ചുവരവ് നടത്താൻ പോകുന്നു. അച്ഛനും അമ്മ പോലെ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവോ നിങ്ങൾ ഒരുമിച്ച്? കാരണം ആ കോംബ് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ വരെ ആ സിനിമകൾ കാണുകയാണ്, പഴയ സിനിമകൾ. അപ്പം അങ്ങനെ ഒരു കോംബോ നമുക്ക് പ്രതീക്ഷിക്കാവോ മാം? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാരണം എത്ര കഥകളാണ് ഉള്ളത്. ഇപ്പോൾ ഒരു ഇന്ത്യൻ സംസ്കാരത്തിനനുസരിച്ച്, കേരളത്തിൻ്റെ നേറ്റിവിറ്റി അനുസരിച്ച് അങ്ങനെയുള്ള കഥകളല്ലേ ഓടാൻ പറ്റൂ. അങ്ങനെയുള്ളതല്ലേ ഇവിടെയുള്ള ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് എടുക്കുന്ന രീതിയും അത് ചെയ്യുന്ന ആർട്ടിസ്റ്റും അതൊക്കെ അനുസരിച്ചാണ് അതിന് മാറ്റം ഉണ്ടാകുന്നത്. ഇതിനിടയ്ക്ക് പല പടങ്ങളും ആ ഒരു പാറ്റേണിൽ വന്നുപോയിട്ടുണ്ടില്ല എന്നല്ല. പക്ഷെ ചിലരെ ഇപ്പം ജ്യോതിഷ് കുമാർ ഭീകരമായ കോമഡി വേഷങ്ങളൊന്നും ആയിരിക്കില്ല, പക്ഷെ
നമ്മൾ പുള്ളിയെ കണ്ടാൽ ചിരിക്കാനായിട്ട് റെഡിയായിട്ട് അങ്ങ് ഇരിക്കുവാണ് ആദ്യം മുതൽ. അതെ. പുള്ളി എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചിരിച്ചോളാം, സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുക. അങ്ങനെ ചിലരിങ്ങനെ അതുപോലെ ഒരാളാണ് ഞാനും. ഞങ്ങൾ കാത്തിരിക്കും. അങ്ങനെ ആ ഒരു പരിഗണന എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കിട്ടുന്നത്. വരും, ഇനിയും ഉണ്ടാവും. നല്ല നല്ല ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കണം. ഇപ്പൊ ശ്രീനിച്ചേട്ടനാണ് എനിക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുള്ളതെന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ തമ്മിൽ ഒരു ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് അഭിനയം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും? അദ്ദേഹം വന്ന് സംസാരിക്കുന്നതും എങ്ങനെയായിരിക്കും നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഒരു സീൻ തുടങ്ങുന്നതിന് മുമ്പ്? ഇല്ല, എൻ്റെ അടുത്ത് ഇന്ന് വരെ ശ്രീനിയേട്ടൻ ഒരു സംഗതിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നിട്ടില്ല. ഇല്ല, സത്യേട്ടൻ്റെ സിനിമയിൽ ആണ് ശ്രീനിയേട്ടൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. സത്യേട്ടൻ പറഞ്ഞു തരും ഇന്നതാണ് എന്നുള്ളത്. കാരണം അവർക്ക് രണ്ടുപേർക്കും അറിയാം, അവർ ഒരേ വേവ് ലെങ്താണ് അവർ. സത്യേട്ടനാണ് പറഞ്ഞു തരുന്നത്. അതിന് ഓവർടേക്ക് ചെയ്തിട്ട് ലൊക്കേഷനിൽ നിന്ന് വേറെ ഒന്നും ശ്രീനിയേട്ടൻ എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ നിങ്ങളുടെ സിനിമകൾ ഇന്നും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകളും ആ കോമ്പ് ഭയങ്കര രസമാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോഴേ ഞങ്ങൾക്ക് സന്തോഷമാണ്. എനിക്കും അതെ ശ്രീനിയേട്ടൻ ഇനിയും വീണ്ടും നല്ല റോളുകൾ ഞങ്ങൾക്ക് ചെയ്യാനൊക്കെന്നൊക്കെയായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഇപ്പം ഞാൻ പറയുമ്പോൾ നമ്മുടെ പഴയ സിനിമകൾ നോക്കുമ്പം വലിയൊരു ആർട്ടിസ്റ്റ് നിരയുണ്ട്, അത് ഫേവറേറ്റ് ലിസ്റ്റിലായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ലാലേട്ടൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ആ പഴയ സിനിമകൾ കാണുന്ന സമയത്ത് വിഷമം തോന്നും, ആ മുഖങ്ങളൊന്നും അവിടെ ഇല്ലാത്തതുപോലെ. അപ്പം അങ്ങനെ തോന്നാറുണ്ട് പഴയ സിനിമകൾ കാണുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ. പിന്നെ ഇനി സ്പടികം എടുക്കുമ്പം ഇന്ന റോൾ ചെയ്യാൻ അവരൊക്കെ ഇവിടെ തോമയുടെ വീടെടുക്കാൻ തിലകനില്ല, KPS ചേച്ചിയില്ല, ഷിപ്പി ഓഫ് കോഴ്സ് കല്യാണം കഴിച്ച് പോയി എന്ന് വയ്ക്കാം. നെടുമുടി വേണം, രാജംബി ദേവ് വേണം, പള്ളിയിലച്ചനായിട്ട് കരമന ജനാർദ്ദൻ നായർ വേണം. പിന്നെ ഇനിയുണ്ടല്ലോ അതിനകത്ത് അത്തരക്കാരും. ശങ്കരാടി അമ്മാവൻ, ജഡ്ജായിട്ട് വയ്ക്കുന്ന ശങ്കരാടി അമ്മാവൻ, അങ്ങനെ ഒരുപാട് പേരില്ല അതിനകത്ത്. അതൊരു മികച്ച കാലഘട്ടമായിരുന്നില്ലേ ആ സമയം? പിന്നെ ആ ഒരു സിനിമ വീണ്ടും എടുക്കാൻ തീരുമാനിച്ച ഇല്ല, ആൾക്കാരില്ല. ഭരതം എടുക്കാമെന്ന് വെച്ചാൽ എത്ര പേരുണ്ട്? കുറിച്ചപ്പോൾ എല്ലാ കഴിവപ്പം അമ്മയില്ല, പിന്നെ KPS ഇല്ല, നെടുമുടിയില്ല, ഒടുവിലില്ല. ആ വീടിൻ്റെ സീൻ എങ്ങനെ എടുക്കും? അതൊക്കെ ഇനി ഉണ്ടാവാൻ പാടാണ്. ഞങ്ങൾക്കിപ്പം എപ്പോഴും പഴയ ആർട്ടിസ്റ്റുകൾ പഴയ കഥകൾ പറയുമ്പോഴാണ് പുതിയ അറിവുകൾ കിട്ടണേ. അതല്ലെങ്കിൽ പുതിയ ആർട്ടിസ്റ്റുകൾ വന്ന് സംസാരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ പഴയ കഥകൾ കിട്ടുക. അപ്പം അതെപ്പോഴും ഓർക്കാറുണ്ട്. ഇപ്പം ഓരോ സെറ്റും പുതിയ എക്സ്പീരിയൻസ് ആണ്, ടെക്നിക്കലി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, സിനിമ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പഴയത് എപ്പോഴും ഓർത്തെടുക്കാറുണ്ടോ, ഒരു ശ്രമം നടത്താറുണ്ടോ? എങ്ങനെയാ ആ പ്രോസസ്സിങ് എങ്ങനെയാ? ഇല്ല, നമ്മൾ ഇപ്പോൾ ഞാനൊരു സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് പോലെ തന്നെയാണ് ഇതിനെ തിരഞ്ഞെടുത്തത്. എൻ്റെ വന്ന പ്രായം അതായിരുന്നു. ഒരു സിനിമ സ്കൂള്, സിനിമ കോളേജ്, സിനിമയുടെ PG ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതിങ്ങനെ അതങ്ങനെയൊന്നൊന്നുമില്ല. എന്നെങ്കിലും ടീച്ചേഴ്സ് വരുന്നു, ക്ലാസ് എടുക്കുന്നു, പോകുന്നു. ആ ടീച്ചർ കുറച്ച് ദേഷ്യക്കാരനാണ്, ഈ ടീച്ചർ വലിയ കുഴപ്പമില്ല, ഇത് വളരെ ഫ്രണ്ട്ലിയാണ്, ഇങ്ങനെ പറഞ്ഞ് പോകുന്ന പോലെ അങ്ങ് പോയെന്നേ ഉള്ളൂ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തോന്നിയിട്ടുള്ളൂ. ഒരു കലാകാരന് ആർക്കായാലും പഠിച്ചുകൊണ്ടിരിക്കാനേ പറ്റൂ. സിനിമ ഒരിക്കലും പഠിച്ച് നിർത്താൻ പറ്റത്തില്ല. ഇവിടെ എക്കാലവും വിദ്യാർത്ഥിയായിരിക്കാനേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു 100 അപ്ഡേഷൻ എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. നാളെ രാവിലെ നോക്കുമ്പം ഇന്ന ക്യാമറയ്ക്ക് പകരം വേറൊരു ക്യാമറ ആയിരിക്കും, ആ ലൈറ്റിൻ്റെ പകരം വേറൊരു ലൈറ്റായിരിക്കും. അഭിനയത്തിൻ്റെ ശൈലിയിൽ തന്നെ എന്തൊക്കെ വ്യത്യാസം. ഒരുപാട് പുതിയ വാക്കുകൾ വരുന്നു. മച്ചാമൻ കഴിഞ്ഞപ്പം ബ്രോ ആയി, പിന്നെ അപ്പോൾ എന്തൊക്കെ വാക്കുകളാണ്. പിന്നെ ഇപ്പം പുതിയതായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്തെങ്കിലും അയ്യോ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ അവൻ പിന്നെ ഒരു വഴക്കുണ്ടാക്കി വന്നിട്ടുണ്ട് കേട്ടോ, ഒരു കുരുക്കിപ്പെട്ടിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിന് അടുത്തൊരു വള്ളി കയറി പിടിച്ചു. ഈ വള്ളി കയറി പിടിച്ചു എന്ന് ആരാണ് ആദ്യം പറഞ്ഞത് നമുക്കറിയത്തില്ല. ഒരു കാട്ടുതീ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇതിൻ്റെ ആദ്യത്തെ തീപ്പൊരി എവിടുന്നാന്ന് നമ്മൾ അറിയുന്നില്ല. ഏതോ ഒരു കക്ഷി പറഞ്ഞുണ്ടാക്കിയതാണ്. പിന്നെ അതിങ്ങനെ കുറേ നാൾ പാടി നടക്കുക.
വള്ളിയിൽ പോയി പിടിച്ചു. കുട്ടികൾ പുതിയ വാക്കാണല്ലോ പറയണത് ജനറേഷൻ. അതെങ്ങനെയാ ശരിക്കും മാമായിട്ട് മക്കള് ഇല്ല, ആദ്യം എനിക്കത് മറ്റുള്ള വാക്കുകളൊക്കെ നമ്മളിങ്ങനെ തമാശയെ വിടും. എനിക്കത് പറയാൻ വലിയ താല്പര്യമില്ല. എങ്കിലും അതൊക്കെ ഇങ്ങനെ നിലവിലുള്ളതല്ലേ, നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ പലയിടത്തും ഇങ്ങനെ ഷൂട്ടിങ്ങിന് വരുമ്പം ഹായ് മാഡം, ഹായ്, എല്ലാ സ്ഥലങ്ങളിലും വരുമ്പം എനിക്ക് മിസ് ചെയ്ത് പോകുന്ന എൻ്റെ ഒരു നമസ്കാരമുണ്ട്. ഞാൻ ലൊക്കേഷനിൽ വന്നാൽ എല്ലാവരും നമസ്കാരം പറഞ്ഞാണ് എനിക്ക് ശീലം. ഹായോ മോനെ, ഞാൻ കുറച്ച് ഹായ് കൊടുക്കും എന്ന് പറഞ്ഞാൽ നിറയെ നമസ്കാരം 2 പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ചിലവാക്കിയിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ചിലവാക്കാം. എന്നിട്ട് പോകുമ്പോൾ നിൻ്റെ അവർ കുറച്ച് ഹായ് ഞാൻ വാങ്ങിച്ചിട്ടുകൊണ്ട് പോവാം എന്ന് പറയും ഞാൻ. അപ്പം അങ്ങനെ അവരെല്ലാവരും മിടുക്കന്മാരായിട്ട് ചേച്ചി നമസ്കാരം ചേച്ചി അത് വേണം. കാരണം ഒരു അഭിവാദ്യം ചെയ്യുന്നതിൽ നിന്നാണ് തുടക്കം ഒരാളിനെ. അത് തന്നെ ഇല്ലാതാവുക എന്ന് പറഞ്ഞൊരവസ്ഥ എങ്ങനെയാണ്? ജഗദീഷ് സാർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഒരു പ്രൊമോഷൻ വെച്ചാൽ ഏറ്റവും ആദ്യം വരുന്ന അദ്ദേഹമായിരിക്കും. സെറ്റിലാണെങ്കിലും ആദ്യമായിട്ട് വരും. പണ്ട് ഫോളോ ചെയ്ത പല കാര്യങ്ങളും ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട്. എനിക്കൊന്ന് പണ്ടത്തെ ഒരു ടീം ഉണ്ടല്ലോ നിങ്ങളുടെ ഒരു കൃത്യമായിട്ട് എങ്ങനെയാ കൃത്യമായിട്ട് കൃത്യനിഷ്ഠത ഡിസിപ്ലിൻ ഒക്കെ പഠിച്ചിപ്പോഴും ഫോളോ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ വരുന്ന സമയത്ത് അത് ഫോളോ ചെയ്യാതെ വരാറുണ്ട്. അപ്പം എപ്പോഴും അതിനെക്കുറിച്ച് എപ്പോഴും ഇത് സംസാരിക്കാറുണ്ട്. അപ്പം അതെങ്ങനെയാണ് കാണുന്നത് കൃത്യമായിട്ടുള്ള? അല്ല, ഇപ്പം എനിക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വർക്ക് ചെയ്ത് എനിക്കൊരു വലിയ ഗ്യാപ്പ് എന്നുള്ളത് ഒരിക്കലും വരാത്തത് കൊണ്ട് ഞാൻ കുറേ ഗ്യാപ്പ് കഴിഞ്ഞ് വന്നാലും എല്ലാം പുതിയതായല്ലോ തോന്നുന്നു. ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ തോന്നി, പല ഹീറോ ഓറിയൻറ്റഡ് പടങ്ങൾക്ക് നമ്മൾ പോയി കഴിയുമ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും രാവിലെ വെളുപ്പിനെ നമ്മളെ കുത്തിപ്പൊക്കി അവിടെ കൊണ്ടുവരുത്തിയിട്ട് വൈകുന്നേരം 4 മണിക്ക് കഴിഞ്ഞായിരിക്കും ഷോട്ട് വരുന്നത്. അത് രാവിലെ ഹീറോയുടെ ഒരു സീനും അവിടെ എടുത്തു, ഞങ്ങൾ അതെടുക്കാൻ പോയി ഇതെടുക്കാൻ പോയിട്ട് വന്നു. പിന്നെ റോഡിൻ്റെ പെർമിഷൻ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഇതൊക്കെ പുതിയതായിട്ട് വന്നതല്ലല്ലോ, നിങ്ങൾ കുറച്ച് അവരവരുടെ റൂമിൽ ഇരിക്കാൻ പറഞ്ഞാൽ പോരെ, എന്തിനാ ഇവിടെ വന്നിരിക്കാൻ പറയുന്നത് നിങ്ങൾ? അപ്പോൾ ഇതിങ്ങനെ വെറുതെ സേഫ്റ്റിക്ക് കൊണ്ടുവന്നിരുത്തുക എന്നുള്ള രീതിയിൽ അപ്പം നമ്മൾ ഇറിറ്റേറ്റ് ആവും. ഇതൊരു 2-3 ദിവസം ഒരു പ്രൊഡക്ഷന് തുടരുകയാണെങ്കിൽ പിറ്റേന്ന് ഞാൻ താമസിച്ചേ വരുള്ളൂ. അയ്യോ ചേച്ചി താമസിച്ചു പോയി, ഇല്ലെങ്കിൽ ഞങ്ങൾ രാവിലെ ഇത് എടുത്തേനെ എന്ന് വെറുതെ പറയും. ഞാൻ പറഞ്ഞത് സാരമില്ലല്ലോ, നേരത്തെ വരുന്ന ഒരു ദിവസം അതങ്ങെടുത്ത് എടുത്തെത്തിയിരുന്ന കാര്യമല്ലേ ഉള്ളൂ, എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ അല്ലാതെ കൃത്യമായിട്ട് ആരും എടുത്താലും ഇല്ലെങ്കിലും നമ്മൾ വന്നിരിക്കുക എന്ന് പറയുന്നൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ സ്ത്രീകൾ പ്രധാന കഥാപാത്രം എത്തുന്ന സിനിമകൾ ഇപ്പോൾ വളരെ ചർച്ചയാവാറുണ്ട്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നായകന്മാരിപ്പോഴും വളരെ ശക്തമായിട്ടുള്ള കഥാപാത്രം ചെയ്ത ഒരാളാണ്. ശരിക്കും അത് ഒരു ഭാഗ്യമായിട്ട് തോന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റിയതിനെ? അതെങ്ങനെയാണ് കാണുന്നത്? ഇല്ല, തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യം തന്നെ. അതൊരു ഭാഗ്യമാണെന്നൊന്നും അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പം അന്നത്തെ മറ്റു നായികമാരൊക്കെ വലിയ വലിയ നടന്മാരുടെ പിന്നെ പടങ്ങളിൽ അഭിനയിക്കണം, അതാണ് ഇപ്പോൾ സ്റ്റാർഡം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഞാനും ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ചൂസ് ചെയ്യുമ്പോഴും ക്യാരക്ടർ എങ്ങനെ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. പിന്നെ നമ്മളോടൊക്കെ പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അല്ലാതെ ഈ ഭയങ്കര ഒരു ബ്രഹ്മാണ്ഡ കമ്പനിയാണോ ഇതിനകത്ത് അഭിനയിച്ചു കഴിഞ്ഞിട്ട് ആ പടം ഈ പടം ഒന്നും നോക്കിയിട്ടില്ല. 1-2 പടം നായികയുടെ പേരിൽ വെച്ച് ചെയ്ത് അത്യാവശ്യം വിജയിക്കുന്നു എന്ന് കണ്ടെങ്കിലല്ലേ മറ്റൊരു ഡയറക്ടർക്ക് അത് അങ്ങനെ ഒരു പടം എടുക്കാനുള്ളൊരു ധൈര്യം വരുള്ളൂ. ശരിയാണ്. അങ്ങനെ വന്നങ്ങ് ആയതാണ്. അതിപ്പോൾ ഗോദ പോലത്തെ ഒരു സിനിമയിൽ മെയിൻ നായികയല്ല എങ്കിൽ കൂടെ ആ കഥാപാത്രം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. ആ സമയത്ത് നായികയായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്ത് ആ സിനിമ ഹിറ്റ് അടിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്ന ഈ പറഞ്ഞ ഡയറക്ടറിനോടുള്ള അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനോടുള്ള എന്തുകൊണ്ട് അത്തരം സിനിമകൾ ചൂസ്? അല്ല, അവരുടെ ആ ടീമിൻ്റെ ഫസ്റ്റ് ഫിലിം ഞാനാ ചെയ്തത്. ഞാനും ജഹുവറിനും കൂടെയാണ് ചെയ്തത്. വ്യൂഹം എന്നൊരു സിനിമയായിരുന്നു അത്. സെക്കൻഡ് ഫിലിമാണ് ഈ ഫിലിം. അപ്പോൾ ഇത് പിന്നെ നേപ്പാളി വെച്ചാൽ എടുക്കുന്ന എൻ്റെ അമ്മ പറഞ്ഞു ഇല്ല നേപ്പാളിലൊന്നും അയക്കാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. ഇവിടെ 3-4 ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നേപ്പാളിലൊക്കെ പോയിട്ട് വരുമ്പോൾ സമയം ഇടയ്ക്ക് വേറെ വർക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ അറിയാത്ത നാട്ടിലൊന്നും അവളെ വിടാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു. അത് അവർക്ക് വിഷമമായി.
അപ്പോൾ സംഗീതത്തിൻ്റെയും സന്തോഷത്തിലൊക്കെ ഫാമിലി അമ്മയുമായിട്ട് വലിയ അടുപ്പം ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു ലൊക്കേഷനിലോട്ട് പോകുന്ന വഴിക്കാണ് ലൊക്കേഷൻ. അപ്പോൾ അമ്മ പറഞ്ഞു നമ്മളെ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് പോണേ എന്ന് പറഞ്ഞിട്ട് പോകണം കൂടെ, അല്ലെങ്കിൽ തെറ്റായിട്ട് വിചാരിക്കുന്നു. അങ്ങനെ പറയാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്തൊരു ഗസ്റ്റ് റോളാണ്, പക്ഷേ ഈ ഒരു ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് വൈകുന്നേരം പോയി റെഡിയായി പടകാളി പാട്ടിൻ്റെ ഇടയ്ക്കുള്ള ഷോർട്സ് എടുത്തു. പിറ്റേന്ന് രാവിലെ അമ്പലങ്ങളുമായിട്ടുള്ള ആ സീൻ എടുത്തു. ഞാൻ പോയി. പക്ഷെ ആ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് അതിൽ ക്യാരക്ടർ അത്രയും അതൊന്നും നമ്മൾ ഉദ്ദേശിച്ചില്ല, അവരോടുള്ള സ്നേഹം അതുകൊണ്ട് ചെയ്തു. ഈ എല്ലാ സെറ്റുകളും ഓർക്കാറുണ്ടോ? ഇപ്പൊ പറയുമ്പോ പോലും ഓർത്തെടുക്കാൻ പറ്റാറ് മീൻസ് എല്ലാം ഒരുപാട് സെറ്റുകൾ എക്സ്പീരിയൻസ് ചെയ്യും, ഒരുപാട് ക്യാരക്ടർ എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷെ പെട്ടെന്നൊരു സിനിമ പറയുമ്പോൾ നേരെ ആ സെറ്റിലേക്ക് ഇപ്പോഴാ ഓർമ്മകളിലേക്ക് പല ഓർമ്മകളും വരുമല്ലോ, പല ഓർമ്മകളും നമുക്ക് വരുമല്ലോ. പക്ഷെ നമ്മളിപ്പം ആ ഒരു സന്ദർഭത്തിലല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് അത് പറയാനൊക്കുന്നില്ല. കാരണം അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും നമുക്ക്. എൻ്റെ പടം രണ്ടാമതായിട്ടെന്നുള്ളതല്ല, ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് എൻ്റെ പടം ഇറക്കണം എന്നുള്ളൊരു അതിൻ്റെ ഒരു ധൃതിയിലാണ്. ജഗദമ്മ പുറത്തു വരണം, അതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ഞങ്ങൾ കാത്തിരിക്കുന്നത്. പ്രൊഡ്യൂസറും കൂടെ ആണല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു പ്രൊഡക്ഷൻ? എങ്ങനെയായിരുന്നു ശരിക്കും? ഒരു കൃത്യമായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ കൂടെ? അല്ല, ഞാൻ ഒന്നാമത് അഭിനയിക്കാൻ കൂടെ ചെയ്യുന്നു. ഇടയ്ക്ക് വേറെ എൻ്റെ ഷൂട്ടിങ്ങിന് വേറെ പോകുന്നു. നമ്മളൊരു ടീം സെറ്റാക്കിയതിന് ശേഷം പിന്നെ ബാക്കി അതിൻ്റേതായിട്ടുള്ള ടീമിലെ ആൾക്കാരുണ്ട്, അവർ തന്നെ നോക്കുമായിരുന്നു ചെയ്യും. ഇടയ്ക്കത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചേട്ടൻ നോക്കുന്നുണ്ടായിരുന്നു. എന്നല്ലാതെ എനിക്ക് അതിനകത്ത് വലിയ ഇതൊന്നുമില്ല. ഇപ്പൊ ഹസ്ബൻഡ് ഡയറക്ടറും കൂടെ ആവുന്ന സമയത്ത് എങ്ങനെ ഈ അഭിനയിക്കാൻ ഈസി ആണോ അതോ എങ്ങനെയാ? ഇല്ല, അദ്ദേഹത്തിന് ആദ്യമല്ലേ സിനിമയ്ക്കകത്ത് സജീവമായിട്ട് നിൽക്കുന്നതിന് ആദ്യമാണ്. അതിൻ്റെതായ പോരായ്മകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമുക്കറിയായിരുന്നു. ചിലതൊക്കെ നമ്മൾ തർക്കിക്കുന്നെന്ന് പറഞ്ഞാൽ വീട്ടിൽ തർക്കുന്ന പോലെ ചിലത് ശരിയാവും, ചിലത് ചെയ്താൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞാൽ പോവും. അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചും ചുറ്റി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോണ്ട് വലിയ ഒരു ഇഷ്യൂ അല്ലാത്തത് കൊണ്ട് ഒന്നും കുഴപ്പമൊന്നുമില്ല. അതങ്ങ് പോയി. എത്ര കുറേ ആർട്ടിസ്റ്റിനെ വെച്ചുള്ള സിനിമകളാണ്. ഫെബ്രുവരിയാണ് ലാസ്റ്റ് റിലീസാണ്. അപ്പം അത് നല്ല രീതിയിൽ 27 റിലീസ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തമ്പുരാൻ കൽപ്പിച്ച് വേറെ തടസ്സമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ തിയേറ്ററിലോട്ട് വരട്ടെ, വന്ന് ആൾക്കാർക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് വിചാരിക്കുകയാണ്. വലിയ ലാഭമോ വലിയ അങ്ങനെ ബ്രഹ്മാണ്ഡ പടവോ അങ്ങനെയൊന്നും ആവണമെന്നുള്ളതൊന്നും അല്ല. ആ സിനിമ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു വിജയം അതിനുണ്ടാവട്ടെ എന്നുള്ള ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. സിനിമ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ, ഗംഭീര റെസ്പോൺസ് കിട്ടട്ടെ ഈ സിനിമയ്ക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. തിയേറ്ററിൽ എന്തായാലും സിനിമ കാണാറുണ്ടാവും. എല്ലാവിധ ആശംസകളും തരുന്നു. താങ്ക് യു സോ മച്ച്. ഇപ്പം ഉർവശി മാം, നമ്മുടെ സൈന 40 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ സമ്മാനം. താങ്ക് യു.